ഇനി രാത്രിയിലാണ് ഞാൻ വീട്ടിലോട്ട് പോകണം. ഇതാരും വിളിക്കുന്നത് സൈഡാക്കിയിട്ടൊന്ന് എടുക്ക് നോക്കാം. വണ്ടി എടുത്ത് അയ്യോ അച്ഛനാണ്. ഹലോ എടോ നീ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നോ, അല്ലെങ്കിൽ ഗേറ്റ് അടച്ചു കളയാം കേട്ടോ. അയ്യോ അതെ ഞാൻ വരുന്നേ പ്ലീസ് പെട്ടെന്ന് പോട്ടെ. അയ്യോ അല്ലെങ്കിൽ ഇപ്പോൾ ഗേറ്റ് അടച്ചു കളയാം, നമ്മൾ വെളിയിൽ കിടക്കേണ്ടി വരും. പിന്നെ പെട്ടെന്ന് പോട്ടെ പെട്ടെന്ന് ഇവിടെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് ഗേറ്റ് അടയ്ക്കത്തില്ല. പക്ഷെ എൻ്റെ പൊന്നേ ഇനി ഉടുപ്പൊന്നും മാറാൻ നിൽക്കണ്ട, കഴിച്ചിട്ട് കിടന്ന് പെട്ടെന്ന് ഉറങ്ങാം നമുക്ക്. ഓക്കെ ഭാഗ്യത്തിന് ഗേറ്റ് അടച്ചില്ല, വണ്ടി ഇവിടെ നിർത്തുക. ഓക്കെ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോയി കിടന്ന് ഉറങ്ങാം. ഓക്കെ നമ്മൾ പിന്നെ തൊപ്പി ഊരിയിട്ടിട്ട് കിടന്നുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ ഇനി നമുക്ക് അപ്പുറത്തെ സിറ്റിയിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പെട്ടെന്ന് കാണാൻ പോവാം. ഓക്കെ വണ്ടി കയറ്. ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞത് പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഓക്കെ പെട്ടെന്ന് പോട്ടെ. നമ്മൾ ഇതിലാണ് വഴി. ഓക്കെ നമുക്കിവിടെയുള്ള ചേട്ടനോട് ചോദിച്ചു നോക്കാം, ചേട്ടൻ വല്ലതും കണ്ട് കാണും, അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല. ചേട്ടനും അറിയത്തുള്ളൂ അങ്ങോട്ടുള്ള വഴിയൊക്കെ, ചേട്ടൻ പോയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ നമുക്ക് ഇതിലേ പോവാം. പോടാ വണ്ടി. ഓക്കെ നമ്മൾ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് പുതിയ ബൈക്കും ഡ്രസ്സും ഒക്കെ മേടിച്ചായിരുന്നു. കാരണം നമ്മുടെ വണ്ടിയിലും ഉടുപ്പയിലൊക്കെ ഭയങ്കര ചെളിയാണ്. ഇവിടെ അടുത്താണ് ക്രിക്കറ്റ് സ്റ്റേഡിയം. ഈ വണ്ടിക്ക് ഒടുക്കത്തെ സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ്. ഇവിടെ എവിടെയാണ് അയ്യോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെന്നെ തല്ലി പുറത്താക്കിയാണ്. ഇത് എവിടെയാണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം? പെട്ടെന്ന് ഈ ചേച്ചിയോട് ചോദിച്ചു നോക്കട്ടെ. ചേച്ചി എൻ്റെ മോൻ, ചേച്ചി ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം അവിടെ. എടാ മോനെ നീ കുറച്ച് ദൂരം അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഈ ഹെൽമെറ്റൊക്കെ ഇവൻ ഇതിനകത്ത് തന്നെ കയറ്റി വെച്ച്. എൻ്റെ മോൻ എന്നെ ലുക്കായില്ലേ കാണാൻ. എൻ്റെ മോനെ പെട്ടെന്ന് പോട്ടെ. ഓക്കെ ഈ വഴി എങ്ങാണ്ട് പോകാനാണ് എന്നോട് പറഞ്ഞത്. ഇനി ഇവിടെ അടുത്താണെങ്കിൽ രക്ഷപ്പെട്ടെ, അല്ലെങ്കിൽ ഇനി വണ്ടിക്കകത്ത് തീരെ പെട്രോളില്ല. വണ്ടിക്കകത്ത് തീരെ പെട്രോളില്ല. ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇത് എയർപോർട്ടോ? ഇത് എയർപോർട്ടാണ്. എൻ്റെ പൊന്നാട്ടം ഇടിക്കുമോ? ഇടിക്കാനൊക്കെയാണ് വരുന്നത് ഇവിടുത്തെ ആൾക്കാർ. ഇവൻ്റെ വീട്ടിൽ ചെന്നിട്ട് വണ്ടി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങ് പോവാം. ഓക്കെ ചേട്ടാ ഇത് എവിടെയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം? ഈ ചേച്ചി ചുമ്മാ ഉടായിപ്പാണല്ലോ, ഉടായിപ്പ്. പക്ഷെ എൻ്റെ മോന് ഈ ആട് ഗൈസ്, ഈ ഇടയ്ക്ക് ഈ ആടൊക്കെ കയറി വരും. പക്ഷെ എൻ്റെ മോനെ ഇവിടെ എയർപോർട്ട്. ഓക്കെ നമ്മൾ ഈ വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ട് ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മൾ അങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് കയറാം. എൻ്റെ പൊന്നെ അടിക്കല്ലേ, ഈ വണ്ടിക്ക് ഭയങ്കര കൺട്രോളില്ല, എൻ്റെ വണ്ടി പോലെയല്ല. എൻ്റെ മോനെ ഇവിടെ ഇതിനകത്ത് ആൾക്കാരൊന്നും ഇല്ലേ? വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങി നോക്കാം. ഓക്കെ പക്ഷെ എൻ്റെ മോനെ എന്നാ നല്ല ക്രിക്കറ്റ് സ്റ്റേഡിയം. എൻ്റെ മോനെ എന്ത് തല കറങ്ങി വീണ ബോധം കേട്ടാ, തലം കറങ്ങി വീണ. എഴുന്നേക്ക്. ഓക്കെ നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ വീട്ടിലോട്ടാക്കിയിട്ടുണ്ട്. നമ്മളവിടെ വെച്ച് ബോധം കെട്ടൊക്കെ വീണായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോയിട്ട് നമ്മുടെ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞ് അവൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ. ഓക്കെ നമ്മളിപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ നമ്മൾ എൻ്റെ വീട്ടിൽ അവൻ എത്തിച്ചിട്ടുണ്ട്, സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ബോധമൊക്കെ വന്നു. ഓക്കെ എടാ ഞാൻ പോവാണേ. ആടാ ഓക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.